അന്തരിച്ച സഹോദരൻ ദീപക്കിന് വേണ്ടിയിട്ടാണ് വീണ്ടും ഈ വീഡിയോ ഇടുന്നത്. കാരണം ഈ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കണം എല്ലാ മലയാളികളും. കാരണം ആ ശവന്തീനി ആ ഒരു പെണ്ണിനെ പിടിക്കണത് വരെ എല്ലാവരും വീഡിയോ വൈറലാക്കിക്കൊണ്ടിരിക്കണം. കാരണം അവളെ പിടിക്കണതാണ് നമ്മുടെ ഓരോ മലയാളിയുടെയും ലക്ഷ്യം. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കും സഹോദരന്മാരുണ്ട്, കൂട്ടുകാരുണ്ട്, അച്ഛനുണ്ട്, ഭർത്താവുണ്ട്. ഇവരെല്ലാം ഇതുപോലെ പ്രൈവറ്റ് വാഹനത്തിൽ എല്ലാവർക്കും പോകാൻ പറ്റിയെന്ന് വരില്ല. അവർക്ക് ഇതുപോലെ ബസ്സൊക്കെ യാത്രാ സൗകര്യത്തിന് വേണ്ടി ബസ്സിൽ പോകേണ്ടി വരും. അങ്ങനെ പോണ സമയത്ത് ഇതുപോലെ ഇവളെ പോലെ, ഇവളുടെ പേര് പറയാൻ തന്നെ ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഈ ശവന്തീനി പെണ്ണിനെ പോലെ വേറൊരു പെണ്ണുങ്ങൾ ഉണ്ടാവാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അവൾക്ക് മാക്സിമം കിട്ടാവണതിൽ അതായത് അത്രയ്ക്കും വലിയ ശിക്ഷ തന്നെ വാങ്ങിക്കൊടുക്കണം. കാരണം ഒരു തെറ്റും ചെയ്യാത്ത ആ ഒരു പാവം മനുഷ്യനെയാണ് അത് ക്രൂരമായിട്ട് മനം നൊന്ത് മരിച്ചതാണ് ആ മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ അമ്മയുടെ ആ കരച്ചിലും അമ്മയുടെ ആ ഒരു വേദനയും പെറ്റ തള്ളയുടെ കണ്ണീര് വീണുണ്ടല്ലോ, ആ പാപം, ആ ശാപം അതിന് എവിടെ കൊണ്ടുവച്ചാലും എൻ്റെ പൊന്നു ശവന്തീനി നിനക്ക് രക്ഷയില്ല. നീ എവിടെ പോയി ഒളിഞ്ഞിരുന്നാലും ദൈവം പറഞ്ഞ ഒരാളുണ്ട് മുകളിൽ. ആദ്യത്തെ ദൈവം എന്ന് പറയുന്നത് നമ്മുടെ അമ്മയാണ്. അമ്മ കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി എന്തും. എനിക്ക് പറയുമ്പോൾ തന്നെ എൻ്റെ തൊണ്ട ഇടറുകയാണ്. കാരണം ആ അമ്മയുടെ കണ്ണീര് കാണുകയാണ് ഞാൻ. ആ വീഡിയോ ഞാൻ കണ്ടില്ല, അത് സ്കിപ്പ് ചെയ്ത് കളഞ്ഞു, കാണാൻ പറ്റില്ല. എന്നാലും ആ ഒരു മുഖം മനസ്സിൽ വരികയാണ്. ആ അമ്മ പറയണ ഓരോ വാക്കുകൾ നമ്മുടെ നെഞ്ചിലാണ് കൊണ്ടിരിക്കുന്നത്. ഒരു മകനാണ് വളർത്തി വലുതാക്കി ഈ പ്രായം വരെ എത്തിച്ച് ആ മകനാണ് നഷ്ടപ്പെട്ടിരിക്കുന്നവർക്ക്. ആ ഒരു പെറ്റ തള്ളയുടെ കണ്ണീരിൻ്റെ വില അത് ഇവിടെ എവിടെ ചെന്ന് ഒളിച്ചാലും മുകളിലൊരു ദൈവം പറയുന്ന ഒരാളുണ്ട്. ആ ആൾ ഇവൾക്ക് അതിനുള്ള ശിക്ഷ കൊടുക്കും എന്നുള്ളത് ഉറപ്പാണ്. ഒരു തെറ്റും ചെയ്യാതെ നേരെ നോക്കി നിൽക്കണ മനുഷ്യനെ സൈഡിൽ കൂടെ വന്ന് മുട്ടാൻ വേണ്ടി മുട്ട പറഞ്ഞിട്ട് അയാൾ ആ മറ്റേ ബാഗ് ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് അറിയാതെ കയ്യൊന്ന് തട്ടി. എന്നിട്ട് അയാൾ അറിയാതെ തിരിഞ്ഞ് നോക്കുന്നുണ്ട് എവിടെയാണ് തട്ടിയതെന്ന്. അതുപോലും ആ മനുഷ്യൻ അറിഞ്ഞിട്ടില്ല. അത്രയ്ക്കും പാവമായ ഒരു നിഷ്കളങ്കൻ അദ്ദേഹത്തിനെയാണ് ഈ പിശാച് കൊന്നത്. അതിൻ്റെ പാപം ഇവൾ അനുഭവിക്കാതെ പോയില്ലേ ഈ ഭൂമിയിൽ നിന്ന്. പോയില്ലെങ്കിൽ നമ്മൾ ശിക്ഷ കൊടുക്കണം. മനസ്സിലായല്ലോ. ഇപ്പോഴും പോലീസൊന്നും അത്രയ്ക്ക് വലിയ കെയർഫുള്ളൊന്നും അല്ല എന്നാണ് തോന്നുന്നത്. കാരണം എന്തെന്ന് വെച്ചാൽ ഒരു പുരുഷനാണ് ഈ ക്രൈം ചെയ്തതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചുറ്റും പോലീസ് വളയിലും അവനെ ജയിലിൽ അപ്പം തന്നെ കൊണ്ടിടും. ഇതിപ്പോൾ അവൾ ഈ പ്രശ്നം നടന്നതിന് ശേഷം അവൾ ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് മുങ്ങിയിരിക്കുന്നത്. ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് അവൾ ഇന്ത്യ എവിടെ വിട്ടു എന്ന് പറയുന്നത്. പക്ഷെ അതിന് മുമ്പേ പോലീസിനെ പിടിക്കാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷെ അതെല്ലാം എന്താ പറയുക, പോട്ടെ എന്നുള്ള പോലെ വിട്ടിരിക്കുകയാണ്. പക്ഷെ നമ്മൾ ജനങ്ങൾ, മലയാളികൾ ആ അമ്മയുടെ കണ്ണീരിന് വില കൽപ്പിക്കണം. ആ മരിച്ച സഹോദരന് ശാന്തി ലഭിക്കണം എന്നുണ്ടെങ്കിൽ ഇവൾ അതുപോലെ കടക്കണം, നരകിക്കണം അവൾ. അതിന് വേണ്ടിയിട്ടാണ് വീണ്ടും വീണ്ടും വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ എത്ര പേര് കാണുന്നൊന്നും അറിയില്ല, അത്രയ്ക്ക് വലിയ റീച്ചുള്ള ചാനലോ ഒന്നുമല്ല. എങ്കിലും ഒരു 10 പേരെങ്കിലും കണ്ട അത്രയും നല്ലത് എന്നുള്ള ഉദ്ദേശത്തിൽ ഇടുകയാണ്. കാരണം ഒരു അമ്മയുടെ വേദന, നമ്മളും ഒരു അമ്മയാണ്. അപ്പോൾ ആ വേദന എന്താണെന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ പറ്റും. അതുകൊണ്ടാണ് പറയണത്, നിങ്ങൾ വീണ്ടും ഇതുപോലെ ഈ താടകയുടെ പിടിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും വീഡിയോ ഇട്ട് ഇത് വൈറലാക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം. കാരണം അവളെ പിടിക്കുന്നത് വരെ ഈ ന്യൂസ് അവസാനിക്കാൻ പാടില്ല. കാരണം എല്ലാവിടെയും കാണാറ്, എല്ലാ പ്രാവശ്യവും എല്ലാ സംഭവം എങ്ങനെയാ വെച്ചാൽ ഒരാഴ്ച ഉണ്ടാവും, അത് കഴിഞ്ഞാൽ വേറൊരു പുതിയ ന്യൂസ് വരുമ്പോൾ ഇത് മുങ്ങിപ്പോവാറാണ് പതിവ്. പക്ഷെ അങ്ങനെ ഇത് മുങ്ങിപ്പോവാൻ പാടില്ല. ഇവളെ പിടിച്ച് ഇവൾക്ക് വേണ്ട ശിക്ഷ കൊടുക്കാതെ നമ്മൾ ഒരാളും അടങ്ങിയിരിക്കരുത് എന്ന് എനിക്ക് പറയാനുള്ളൂ. എൻ്റെ മനസ്സ് തൊട്ട് പറയുകയാണ്. എല്ലാ മലയാളികളും, എല്ലാ സഹോദരികളും സഹോദരന്മാരും എല്ലാവരും ഇതിനു വേണ്ടി പ്രയത്നിക്കണമെന്നേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ സാറിനോട് ഒരു അഭ്യർത്ഥനയുണ്ട്. സാറേ, ഇനിയെങ്കിലും ബസ് യാത്ര, അതായത് പുരുഷന് വേറൊരു ഭാഗം, സ്ത്രീക്ക് വേറൊരു ഭാഗം, അങ്ങനെ ഒരു പാർട്ടീഷൻ ചെയ്ത് വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾക്കും സഹോദരന്മാരുള്ളതാണ്, ഭർത്താക്കന്മാരുള്ളതാണ്, അതുപോലെ അച്ഛൻ, ഇവരെല്ലാം പുറത്ത് പോണതാണ്. എപ്പോഴും പ്രൈവറ്റായിട്ട് കാറിലോ ബൈക്കിലോ പോകാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ബസ് തന്നെയായിരിക്കും നമുക്ക് യാത്രാ സൗകര്യം, യാത്രയ്ക്ക് വേണ്ടി നമ്മൾ പോണത്. അപ്പോൾ ഇതുപോലെയുള്ള പെണ്ണുങ്ങൾ ഇനി ഉണ്ടാവുമോ എന്നുള്ളത് നമുക്ക് ഉണ്ടാവില്ല എന്ന് പറയാനും പറ്റില്ല. അപ്പോൾ നമ്മൾ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾ നെഞ്ചിടിപ്പോടെ ഇരിക്കണം. കാരണം ഇനി എന്തായിരിക്കും സോഷ്യൽ മീഡിയയിൽ വരിക. മൊബൈലും പൊക്കി പിടിച്ച് നടക്കണ കുറെണ്ണം ഉണ്ടല്ലോ. അപ്പോൾ എന്താ വരിക എന്നറിയില്ല. അപ്പോൾ എന്താ വെച്ചാൽ ആദ്യത്തെ ഡോറിൽ കൂടെ സ്ത്രീകളും ബാക്കത്തെ ഡോറിൽ കൂടെ പുരുഷന്മാരും വരിക. അതുപോലെ നടുവിലൊരു ഗ്രില്ലിടുക. അത്രേ പറയാനുള്ളൂ. നമ്മൾ ബോംബെയിലൊക്കെ
എന്താണ് ഓരോ ഇപ്പോൾ എന്താണ് ഇത് എന്താണ് കമ്പാർട്ട്മെൻറ്റ് കഴിഞ്ഞാൽ ഒരു ഗ്രില്ലിടുമല്ലോ ഇരുമ്പിൻ്റെ, അതുപോലെ ഇടുക. അവിടെയൊന്നും ഒരു പ്രശ്നമില്ല, പുരുഷനും സ്ത്രീയൊക്കെ ഒരുമിച്ച് തന്നെ പോവാറ്. പക്ഷെ അതുപോലെയല്ലല്ലോ നമ്മുടെ കേരളം, ദൈവത്തിൻ്റെ സ്വന്തം നാടാണല്ലോ. അപ്പോൾ പിന്നെ എന്തും നടക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത്രത്തോളം ശ്രദ്ധിച്ചേ പറ്റൂ. അപ്പോൾ ഒരു കമ്പി നടുവിലിടുക, ഇനിയെങ്കിലും ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്. കാരണം ചെറുപ്പക്കാരും ചെക്കന്മാരൊക്കെ ഉണ്ടാവും, അവർക്കൊന്നും ഇതിനെപ്പറ്റി അത്രയ്ക്ക് ബോധേഡായിരിക്കില്ല. അവരിങ്ങനെ കയറി ഇരിക്കുന്ന സമയത്ത് ഏതെങ്കിലും സ്ത്രീകളുടെയോ ശരീരത്തിൻ്റെ എവിടെയെങ്കിലുമൊക്കെ തട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവരിതുപോലെ ദീപക്കുമാരായി മാറും. അതുകൊണ്ടാണ് പറയണത്, അഭിമാനമുള്ളവർക്ക് സഹിച്ച് നിൽക്കാൻ പറ്റില്ല. ഈ പെണ്ണിനെ പോലെ നാണോ മാനോ വിറ്റ് നടക്കുന്നവർക്ക് ഇതൊന്നും ഒരു പ്രശ്നമായിരിക്കില്ല. പക്ഷെ ആ ദീപക്ക് പറയണത് അഭിമാനമാണ്. അവന് പൈസയെക്കാട്ടും എന്തിനെക്കാട്ടും അവൻ അഭിമാനത്തിന് വില കൽപ്പിക്കണ കാരണമാണ് അവൻ്റെ ജീവൻ ഒടുക്കിയത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയണ കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് പറയണത്, ഇങ്ങനെ ഒരു പാർട്ടീഷൻ വയ്ക്കുക, അവിടെ പുരുഷന്മാർ മാത്രം, ഇവിടെ സ്ത്രീകൾ മാത്രം. അങ്ങനെയാണെങ്കിൽ സുഖമായിട്ട് യാത്ര ചെയ്യുക, വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്കും സന്തോഷം, അതുപോലെ പുരുഷന്മാർക്കും സന്തോഷം. ഇനിയെങ്കിലും അങ്ങനെ ഒരു നിയമം കൊണ്ടുവരാൻ നോക്കണം ബഹുമാനപ്പെട്ട ഗണേഷ് കുമാർ സാർ. ഇത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണേ. ഇത്രേ പറയാനുള്ളൂ. താങ്ക് യു.